ഹായ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ പെർഫ്യൂം ഇൻഡസ്ട്രിയിൽ ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ്. വേൾഡ് ക്യാപിറ്റൽ ഓഫ് പെർഫ്യൂം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണെന്ന് അറിയോ? അത് ഫ്രാൻസിലെ ഒരു തീരപ്രദേശമായ ഗ്രൈസ് എന്ന സ്ഥലമാണ്. 16-ാം നൂറ്റാണ്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ഫ്രാൻസിലെ ഗ്രൈസ് എന്ന് പറഞ്ഞ സ്ഥലം തുകൽ വ്യവസായത്തിന് വളരെ പ്രസിദ്ധമായ സ്ഥലമായിരുന്നു. യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലേക്കും ലെതർ പ്രൊഡക്ട്സ് കയറ്റുമതി ചെയ്തിരുന്നത് ഈ സ്ഥലത്ത് നിന്നായിരുന്നു. ഇതിൽ ഇവർ നേരിട്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ലെതർ പ്രൊഡക്ട്സിന്റെ ദുർഗന്ധം, ബാഡ് സ്മെല്ലായിരുന്നു. കാരണം ഇതുണ്ടാക്കുന്നത് മൃഗങ്ങളുടെ തോല് പോലത്തെ വസ്തുക്കൾ കൊണ്ടാണല്ലോ. അതുകൊണ്ട് ഇതിന്റെ സ്മെൽ വളരെ അസഹനീയമായിരുന്നു. അവർ ഇതിനൊരു പരിഹാരം നേടി പല പരീക്ഷണങ്ങളും ചെയ്തു. അവസാനം ആ നാട്ടിൽ തന്നെ പല ചെടികൾ, ഉദാഹരണത്തിന് ലാവൻഡർ, റോസ്, ട്യൂബ് റോസ്, ഇങ്ങനെയൊക്കെയുള്ള ചെടികളിൽ നിന്നും മണങ്ങൾ വേർതിരിച്ചെടുത്ത് ഈ മണങ്ങൾ ഇവരുടെ തുകൽ ഉൽപ്പന്നങ്ങളിൽ അവർ ആഡ് ചെയ്തു തുടങ്ങി. ഈ ഒരു പരീക്ഷണം വൻ വിജയമാവുകയും അവരുടെ ബാഗ്, ഗ്ലൗസ് ഇതിലൊക്കെ നല്ല മണങ്ങൾ വരികയും ചെയ്തത് കാരണമായിട്ട് ഈ പ്രൊഡക്റ്റുകൾക്ക് മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ലഭിക്കാൻ തുടങ്ങി. പിന്നീട് ഉണ്ടായത് എന്താന്ന് വെച്ചാൽ ലെതർ ബിസിനസ് ചെയ്യുന്ന പലരും ആ ലെതർ ബിസിനസ്സിൽ നിന്ന് മാറി ആ ഒരു ഫ്രാഗ്രൻസ് ബിസിനസിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ലൂയിസ് 14-ാമൻ രാജാവിന്റെ കാലത്ത് ഈ ഗ്രൈസിൽ നിന്നുള്ള സുഗന്ധങ്ങൾ അയാളുടെ രാജകൊട്ടാരത്തിലേക്കും അവർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, വീട്ടുപകരണങ്ങൾ എന്നിവയിലേക്കെല്ലാം വളരെ ഉയർന്ന തോതിൽ ഉപയോഗിക്കുകയും അങ്ങനെ ഈ പ്രദേശം ഫ്രാഗ്രൻസ് ഇൻഡസ്ട്രിയിൽ വളരെ പ്രശസ്തമാവുകയും ചെയ്തു. അങ്ങനെ 18-ാം നൂറ്റാണ്ടിൽ സ്റ്റീം ഡിസ്റ്റിലേഷൻ കൂടി ഈ ഫ്രാഗ്രൻസ് ഇൻഡസ്ട്രിയിൽ വളരെ പ്രചാരമായതോടുകൂടി പല വൻകിട കമ്പനികളും ഇവിടെ പൂക്കളുടെ കൃഷി ആരംഭിച്ചു. അങ്ങനെ ഈ സ്ഥലം വേൾഡ് ക്യാപിറ്റൽ ഓഫ് പെർഫ്യൂം എന്നും ദി ബർത്ത് പ്ലേസ് ഓഫ് പെർഫ്യൂം എന്നും അറിയപ്പെട്ടു.